ആ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലല്ലേ ഇതൊരു പനോരമ സിനിമയുടെയൊക്കെ ഒരു ആർട്ട് ഫിലിമിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡാണ്. പിന്നെ പക്ക റിയലിസ്റ്റിക്കാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ റോന്ത് ചുറ്റുന്ന പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാരെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഐഡിയ ഇല്ല. നമ്മളൊക്കെ സുഖിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നതിന് ഒരു പരിധി വരെ ഈ പോലീസുകാരുടെ റോന്തൊക്കെയാണ്. അപ്പോൾ ഈ പോലീസുകാർ റോന്ത് ചുറ്റുമ്പോൾ കാണുന്ന ജീവിതാനുഭവങ്ങൾ, അതിന് പക്ക പച്ചയായ യാഥാർത്ഥ്യം ഈ സിനിമയിലൂടെ കാണാം. പിന്നെ പല നിയമക്കുരുക്കുകളും റോഷൻ മാത്യുവും ദിലീഷ് പോത്തനൊക്കെ ജെന്യൂനായിട്ട് വളരെ സ്വാഭാവികമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉഗ്രം പടമാണ് സത്യം പറഞ്ഞത്. നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ മേക്കിംഗ് വൈസും അതിൻ്റെ കഥ എഴുതി വെച്ചും എല്ലാം നല്ലതാണ്. പിന്നെ ദിലീഷ് പോത്തൻ്റെയും റോഷൻ്റെയും വളരെ നല്ല പെർഫോമൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും നല്ലൊരു അഭിനയം എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ മെജോറിറ്റി ടൈം അവർ രണ്ടുപേരുടെയും പെർഫോമൻസാണ്. നല്ല സിനിമയാണ്. പിന്നെ നമ്മൾ ട്രെയിലറിൽ കണ്ടുമ്പോൾ ഒരുപാട് നമ്മളങ്ങ് പ്രതീക്ഷിക്കും. ആ ഒരു ഇത് കിട്ടിയില്ല. ഒരു സ്ലോ പേസിൽ പോകുന്നൊരു മൂവിയാണ്. നല്ല മൂവിയാണ്, കാണാം. ത്രില്ലറൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ബേസ് നല്ല സിനിമയാണ്. പിന്നെ ഒരു രാത്രിയുടെ കഥയാണ്. എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് പെട്രോളിന് പോകുന്ന രണ്ട് പോലീസുകാർ അറ്റൻഡ് ചെയ്യുന്ന കുറേ കേസുകളാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ സിനിമ തിരക്കഥയുടെ ഇത് വെച്ചിട്ടും ആ മേക്കിംഗ് വൈസും വളരെ നല്ലൊരു മൂവിയാണ്. പിന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. നമ്മളൊരു ത്രില്ലടിപ്പിക്കുന്ന മൊമെൻറ്റ്സോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല മൂവിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു നല്ലൊരു പെർഫോമൻസ് കൊണ്ട് നല്ല മൂവിയാണെന്ന് പറയാം. സ്ലോ പീസ് തന്നെയാണ്. സ്ലോ പേസില്ല, സ്ലോ ആയിരുന്നു.